2016 സെപ്റ്റംബർ 18 ബാരാമുള്ളയിലെ ഉറിയിൽ ഇന്ത്യൻ ആർമിയുടെ ബ്രിഗേഡ് കമാൻഡ് സെൻറ്റർ അതിനെ ലക്ഷ്യമാക്കി ശ്രദ്ധയോടെ നടന്നെടുക്കുന്ന 4 പേർ. അവസാനവട്ട പരിശോധനകൾക്കായി അവർ ഒരു നിമിഷം നിന്നു. AK-47 തോക്കുകൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി. ബാക്ക് പാക്കുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ഗ്രനേഡുകളും മാഗസിനുകളും ഒരിക്കൽ കൂടി പരിശോധിച്ചു. 1000 മുറിവുകളുണ്ടാക്കി ഇന്ത്യയിൽ ചോരയൊഴുക്കും എന്ന പാകിസ്ഥാൻ്റെ നയം നടപ്പാക്കാൻ ആ ഭീകരർ ഇന്ത്യൻ ആർമിയുടെ ബ്രിഗേഡ് കമാൻഡിന് നേരെ കനത്ത ആക്രമണം നടത്തി. അവരെറിഞ്ഞ ഗ്രനേഡുകൾ സൈനികർ ഉറങ്ങിക്കിടന്ന ടെൻറ്റുകളിൽ തീ പടർത്തി. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് ഇറങ്ങിയവരെ ഭീകരർ വെടിവെച്ച് വീഴ്ത്തി. പ്രതിരോധിക്കാൻ പാഞ്ഞെത്തിയ ഒരു സൈനികൻ ഭീകരരിൽ ഒരാളെ വധിച്ചു. ബാക്കിയുള്ള 3 പേർ കമാൻഡ് സെൻറ്ററിൻ്റെ 2ാമത്തെ നിലയിലേക്ക് കയറി ഒളിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ പാരാ SF കമാൻഡോകളുടെ പ്രത്യാക്രമണത്തിൽ ബാക്കി 3 ഭീകരരും കൊല്ലപ്പെട്ടു. 19 സൈനികരാണ് ഉറിയിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. 17 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടിരുന്നു. 2 പേർ പിന്നീട് ആശുപത്രിയിലും. 8 മാസം മുൻപായിരുന്നു പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിന് നേർക്ക് ഭീകരർ ആക്രമണം നടത്തിയത്. പ്രതിരോധത്തിനിടെ 7 വീര സൈനികരെയായിരുന്നു അന്ന് ഭാരതത്തിന് നഷ്ടമായത്. അതിൻ്റെ നടുക്കം മാറുന്നതിന് മുൻപായിരുന്നു ഉറി ആക്രമണം. സെപ്റ്റംബർ 18 രാവിലെ ഉറി ആക്രമണത്തിൻ്റെ വാർത്തകൾ ടെലിവിഷനിലും ഇൻ്റർനെറ്റിലും നിറഞ്ഞതോടെ ഡൽഹി നിശബ്ദമായി, ഒപ്പം രാജ്യവും. സുരക്ഷാ വിഭാഗത്തിൻ്റെ ഏറ്റവും രഹസ്യമായ വാർ റൂമുകളിൽ അടിയന്തര യോഗങ്ങൾ ചേർന്നു. അതിലൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്നാണ് നയിച്ചത്. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറുടെ അഭിപ്രായങ്ങൾ നിർണായകമായി. ഈ യോഗത്തിലാണ് ഇന്ത്യൻ നേതൃത്വം രഹസ്യമായി 2 പ്രധാന തീരുമാനങ്ങൾ എടുത്തത്. ഒന്ന്, ഉറി ആക്രമണത്തിന് കടുത്ത മറുപടി നൽകും, അതും ശത്രുവിൻ്റെ മണ്ണിൽ പോയി തന്നെ നൽകും. 2, തിരിച്ചടി നൽകുന്നതിന് തൊട്ടു മുൻപ് വരെ ഇന്ത്യ തിരിച്ചടിക്കാത്ത രാജ്യമാണെന്ന തോന്നൽ നിലനിർത്തും. കിലോമീറ്ററുകൾ അകലെ തൻ്റെ കൊച്ചു ടെലിവിഷനിൽ കൂടി ഉറി സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ വിവരങ്ങൾ കാണുകയായിരുന്നു ആ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ. ഉറി അയാളുടെ മേഖലയായിരുന്നു. സിയാച്ചിനിലെ പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അയാൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. രാജ്യത്തെ സേവിക്കുന്ന ഏതൊരു സൈനികനും സഹിക്കാൻ കഴിയാത്തതായിരുന്നു ഉറിയിൽ നടന്നത്. സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആയ ആ മേജർ പ്രക്ഷുബ്ധമായ ഹൃദയത്തോടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കണ്ണോടിച്ചു. തൻ്റെ സഹോദരങ്ങളുടെ ജീവന് പ്രതികാരം ചെയ്യാൻ മറ്റേതൊരു സൈനികനെയും പോലെ അദ്ദേഹവും ആഗ്രഹിച്ചു. പക്ഷേ എന്താകും സർക്കാരിൻ്റെ തീരുമാനം? ഇതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ തീരുമാനം ഉണ്ടായേ മതിയാക്കൂ. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഫോൺ കോൾ എത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. കമാൻഡിംഗ് ഓഫീസറിൽ നിന്ന് കോൾ വന്നതോടെ ഒട്ടും സമയം പാഴാക്കാതെ മേജറും സംഘവും സിയാച്ചിനിൽ നിന്ന് തിരിച്ചു. ഉറി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ചുമതല 4 പാരാ സ്പെഷ്യൽ ഫോഴ്സിനാണ്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ആ മേജറാണ്. നമുക്ക് അദ്ദേഹത്തെ കോഡ് നെയിമായ മൈക്ക് ടാങ്കോ എന്ന് വിളിക്കാം. മേജർ മൈക്ക് ടാങ്കോ. കരസേനാ മേധാവി ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് ശ്രീനഗറിലെത്തി. അതിർത്തി കടന്ന് ശക്തമായ തിരിച്ചടി നൽകുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ കണ്ടെത്തി സമർപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നിർദ്ദേശം അദ്ദേഹം സ്പെഷ്യൽ ഫോഴ്സ് മേധാവികൾക്ക് നൽകി. സാധ്യമായ മരണസംഖ്യ ഉൾപ്പെടെ എവിടെയൊക്കെ ആക്രമിക്കണം, എത്ര പേർ സംഘത്തിലുണ്ടാകണം, എങ്ങനെയായിരിക്കണം ആക്രമിക്കേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ അത്യന്തം രഹസ്യമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഇൻ്റലിജൻസ് ബ്യൂറോയും ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയും ഒരു ഓപ്പറേഷൻ തിരഞ്ഞെടുത്തു. ഭീകരരുടെ ലോഞ്ച് പാഡുകളിൽ ഒരു ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക്. ഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് ആസൂത്രണ ഘട്ടത്തിലാണ്. താൻ മേൽനോട്ടം വഹിക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഓപ്പറേഷനാണിതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പതിറ്റാണ്ടുകളുടെ തഴക്കവും പഴക്കവുമുള്ള ആ ഇൻഫൻട്രി ഓഫീസർ ഓപ്പറേഷൻ്റെ ഓരോ അംശവും അതീവ ജാഗ്രതയോടെ യോജിപ്പിച്ചെടുത്തു. സെപ്റ്റംബർ 20 ഓപ്പറേഷൻ ടീം മേജർ ടാങ്കോയുടെ നേതൃത്വത്തിൽ ഉറിയിലെത്തി. അതിർത്തിക്കടുത്തുള്ള സൈനിക പോസ്റ്റിൽ പാരാ SF എത്തിയതോടെ എന്തോ നടക്കാൻ പോകുന്നുവെന്ന്
അവിടെ എല്ലാവർക്കും മനസ്സിലായി. പാരാ-എസ്-എഫ് അതിർത്തിക്കടുത്തേക്ക് വെറുതെ വരാറില്ല. വന്നാൽ അത് ശത്രുക്കൾക്ക് ഇടിത്തീയായി മാറും, അതിൽ സംശയമില്ല. ഉറിയിലെ മേജർ ടാങ്കോയുടെ സംഘത്തെപ്പോലെ ജമ്മുവിന് വടക്കുള്ള പൂഞ്ച് മേഖലയിലും വടക്കൻ കശ്മീരിലെ കുപ്വാരയിലുള്ള നിയന്ത്രണ രേഖയിലെ മറ്റൊരു പോസ്റ്റിലുമായി മറ്റ് 2 പാരാ-എസ്-എഫ് ടീമുകളെ കൂടി വിന്യസിച്ചിരുന്നു. ഓരോന്നിനും POKയ്ക്കുള്ളിൽ ആക്രമിക്കാൻ ഓരോ ലോഞ്ച് പാഡുകൾ വീതമുണ്ടായിരുന്നു. ഈ 3 സ്ഥലങ്ങളിലും കമാൻഡോകൾ തങ്ങൾക്ക് ലഭിക്കേണ്ട നിർദ്ദേശങ്ങൾക്കായി കാത്തിരുന്നു. അതേസമയം കാര്യങ്ങൾ രഹസ്യമായി വെക്കാനും ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തൻ്റെ വേഷം അഭിനയിച്ചു. കോഴിക്കോട് നടന്ന റാലിയിൽ അദ്ദേഹം പാകിസ്ഥാനെതിരെ കരുത്തുറ്റ പ്രസ്താവനകൾ ഒന്നും നടത്തിയില്ല. വരൂ, നമുക്ക് ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം ചെയ്യാം, തൊഴിലില്ലായ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാം, എന്നിട്ട് ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം. ഇതായിരുന്നു മോദിയുടെ പ്രസംഗത്തിൻ്റെ കാതൽ. हिंदुस्तान आपसे लड़ाई लड़ने को तैयार है. आओ आओ, हिम्मत हो, आओ हिम्मत हो तो लड़ाई उस बात की लड़े. आइए हम गरीबी को खत्म करने का काम करें, आप अपने देश में गरीबी को खत्म करने का काम करें. हम दोनों लड़ाई लड़े. देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है. आओ, पाकिस्तान की आवाम इसको पसंद करेगी. ജനങ്ങൾ അതുവരെ കണ്ട പ്രതീക്ഷിച്ച നരേന്ദ്രമോദി ആയിരുന്നില്ല അത്. പാകിസ്ഥാന്റെ ആക്രമണത്തിനെതിരെ ഇങ്ങനെ പ്രതികരിക്കുന്ന നരേന്ദ്രമോദിയെ അവർക്ക് മനസ്സിലായില്ല. എല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിർത്തി കടത്തി ഭീകരരെ അയക്കുന്നവർ അനുഭവിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഉറി പോസ്റ്റിൽ നിന്ന് ചെറിയ നിരീക്ഷണ പട്രോളിങ്ങുകൾ നടത്തിക്കൊണ്ട് പാരാ-എസ്-എഫ് സൈനികർ കാത്തിരുന്നു. ആ കാത്തിരിപ്പ് പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. മേജർ ടാങ്കോയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും അവരുടെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്നാൽ അവർ ഏർപ്പെടാൻ പോകുന്ന ദൗത്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ടീമിന് ഉറപ്പുണ്ടായിരുന്നു. സൈനികർ പൂർണ്ണമായും തയ്യാറായിരുന്നു. താൻ ചെയ്യേണ്ട പങ്ക് ഓരോരുത്തർക്കും അറിയാമായിരുന്നു. വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ വിശദമായി ചർച്ച ചെയ്തു. മറ്റ് 2 സ്ഥലങ്ങളിലുള്ള മറ്റ് 2 ടീമുകളുടെ സമയക്രമത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും മുഴുവൻ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുക. സെപ്റ്റംബർ 26 അർദ്ധരാത്രിയോടെ തയ്യാറായിരിക്കാൻ ഓർഡറെത്തി. അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സന്ദേശം കമാൻഡോകൾക്ക് ലഭിച്ചു. ഉറിക്ക് സമീപം പാക് അധീന കശ്മീരിലുള്ള 2 ഭീകര ലോഞ്ച് പാഡുകളായിരുന്നു ടാങ്കോയുടെ ടീമിന് ലഭിച്ചത്. മറ്റ് 2 ടീമുകൾക്കും ഓരോ ലോഞ്ച് പാഡുകൾ വീതം ലക്ഷ്യമായി നൽകിയിരുന്നു. പാക് ചാരസംഘടനയായ ISIയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതും പാക് സൈന്യത്തിൻ്റെ സംരക്ഷണത്തിനുള്ളതുമായ 4 ഭീകര ലോഞ്ച് പാഡുകളാണ് ഇന്ത്യൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ലക്ഷ്യമിട്ടത്. ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകമായിരുന്നു. ആക്രമിക്കാൻ ലക്ഷ്യമിട്ട മേഖലയെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുള്ള വിവരശേഖരണത്തെക്കാൾ കമാൻഡോ ടീം ആശ്രയിച്ചത് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആയിരുന്നു. പ്രദേശത്തെ റോയുടെ അസറ്റുകൾ ആക്റ്റീവായി കൃത്യമായ വിവരങ്ങൾ തന്നെ കമാൻഡോ സംഘത്തെ അറിയിച്ചു. കമാൻഡോകൾ പോരാട്ടത്തിന് തയ്യാറായി. അമേരിക്കൻ നിർമ്മിത M4ഉം ഇസ്രയേൽ സ്വദേശിയായ ടവോർ 21 അസോൾട്ട് റൈഫിളുകളും ഗർജിക്കാൻ തയ്യാറെടുത്തു. ഗലിൽ സ്നൈപ്പറുകൾ ശത്രുവിൻ്റെ ശിരസ് ലക്ഷ്യമാക്കാൻ ഒരുങ്ങി നിന്നു. ഗ്രനേഡ് ലോഞ്ചറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവസാനവട്ട പരിശോധനയ്ക്ക് വിധേയമായി. ആരംഭിക്കാനുള്ള ഉത്തരവിനായി കമാൻഡോകൾ കാത്തുനിന്നു. സെപ്റ്റംബർ 27 അവർ കാത്തിരുന്ന അനുമതിയെത്തി. കാലങ്ങളായി ഭാരത മണ്ണിനെതിരെ നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യൻ സൈന്യം ഇതാ തിരിച്ചടി കൊടുക്കുന്നു. ശത്രുവിൻ്റെ താവളത്തിൽ കയറിയുള്ള തിരിച്ചടി. ഈ തിരിച്ചടി വാക്കിലൂടെയല്ല, തീതുപ്പുന്ന തോക്കിലൂടെയാണ്. ഒരറ്റത്ത് പ്രധാനമന്ത്രിയും മറ്റേ അറ്റത്ത് 3 പാരാ-എസ്-എഫ് കമാൻഡർമാരും ഉൾപ്പെടുന്ന സൈന്യത്തിലും സർക്കാരിലുമുള്ള വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ ദൗത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബർ 27 വൈകുന്നേരം അവസാനവട്ട പരിശോധനകൾ പൂർത്തിയാക്കി. ഇരുട്ടു വീണതോടെ മേജർ ടാങ്കോയും സംഘവും അതിർത്തിയിലേക്ക് നീങ്ങി. 25 മിനിറ്റിനുള്ളിൽ നിയന്ത്രണരേഖ പിന്നിട്ട് അവർ പാക് അധീന കശ്മീരിൽ പ്രവേശിച്ചു. ഏറ്റവും അപകടകരമായ മേഖലയിലേക്ക് അവർ കടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പാക് സൈനിക പോസ്റ്റുകളിൽ നിന്ന് ഇല്യൂമിനേഷൻ റൗണ്ടുകൾ ആരംഭിച്ചു. പ്രദേശത്ത് പ്രകാശം വരുത്താനും
ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊരു സ്വാഭാവിക നടപടിക്രമമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അത് അവസാനിച്ചു. 20 മിനിറ്റോളം കാത്തു നിന്നതിന് ശേഷം കമാൻഡോകൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. ലോഞ്ച് പാഡുകൾക്ക് 1 കിലോമീറ്റർ അകലെ വെച്ച് മേജർ ടാങ്കോ തൻ്റെ ടീമിനെ 2ആയി തിരിച്ചു. ഓരോ ടീമിലും 10 പേർ. 500 മീറ്റർ മാത്രമായിരുന്നു ലോഞ്ച് പാഡുകൾ തമ്മിലുള്ള അകലം. ഇനിയുള്ള നീക്കം ശ്രദ്ധയോടെ വേണം. ഏത് നിമിഷവും ബുള്ളറ്റുകൾ ചീറിപ്പാഞ്ഞെത്താം. അവർ ലോഞ്ച് പാഡുകൾക്ക് 200 മീറ്റർ മാത്രം അകലെ എത്തിയപ്പോൾ പെട്ടെന്ന് ശത്രു കേന്ദ്രത്തിൽ നിന്ന് തോക്കുകൾ തീതുപ്പി. നൈറ്റ് വിഷൻ സംവിധാനത്തിലൂടെ നോക്കിയ മേജർ ടാങ്കോയ്ക്ക് കാര്യം മനസ്സിലായി. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വെടിവെപ്പായിരുന്നു അത്. കാവൽ നിൽക്കുന്നവർ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അതിനർത്ഥം അവർക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നതാണ്. എങ്കിലും ഉടൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു നിരീക്ഷണം ആവശ്യമാണ്. മുന്നിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന മേജർ ടാങ്കോ പിന്നിലേക്കെത്തി. ടീം അംഗങ്ങളോട് പറഞ്ഞു, ഈ രാത്രിയും അടുത്ത പകലും കാത്തിരുന്നേ മതിയാകൂ. കമാൻഡോകൾ പിന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. 200 മീറ്റർ പിന്നിലായി പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ അവരൊരു സ്ഥലം കണ്ടെത്തി. അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ഏതു നിമിഷവും അവരെ കണ്ടെത്തിയേക്കാം. പക്ഷേ ലക്ഷ്യം കൃത്യമായി പൂർത്തിയാക്കുന്നതിന് അത് ആവശ്യമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. സെപ്റ്റംബർ 28 നേരം പുലർന്നു. ലോഞ്ച് പാഡുകൾക്ക് വളരെ അടുത്ത്, എന്നാൽ ഭീകരർക്ക് കാണാൻ സാധിക്കാത്ത വിധമായിരുന്നു അവർ ഇരുന്നത്. ഒരു ഉപകരണവും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇരുന്നിടത്ത് നിന്ന് അധികം അനങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. നിറയെ മരങ്ങളുടെ സമീപമുള്ള പാറക്കൂട്ടമായതിനാൽ തൊട്ടടുത്ത് വന്നാൽ അല്ലാതെ അവരെ കണ്ടെത്താനും കഴിയില്ല. ലോഞ്ച് പാഡിലെ ഭീകരരെ 2 കമാൻഡോകൾ നിരീക്ഷിക്കുകയും ചെയ്തു. പാരാ SF കമാൻഡോകൾ നുഴഞ്ഞു കയറിയ വിവരം എന്തായാലും ഭീകരർക്ക് ലഭിച്ചിട്ടില്ലെന്ന് ഉറപ്പായി. അന്ന് രാത്രി തന്നെ ഓപ്പറേഷൻ നടക്കുമെന്ന സന്ദേശം മേജർ ടാങ്കോ വാർ റൂമിലേക്ക് അയച്ചു. എല്ലാവരും തയ്യാറായി. ആയുധങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി. രാത്രി 12 മണിയോടെ അവർ സർവ്വസജ്ജരായി പുറത്തെത്തി. തലേ ദിവസം എത്തിയ സ്ഥലത്ത് കൈമുട്ടുകളിൽ ഊന്നി അവർ കിടന്നു. മീറ്ററുകൾ മാത്രം അകലെയാണ് ലോഞ്ച് പാഡ്. കാവൽ നിൽക്കുന്ന ഭീകരരെ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. തലേ ദിവസത്തെ പോലെ അന്നും ലോഞ്ച് പാഡിൽ വെടിവെപ്പ് ആരംഭിച്ചു. ആരെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടോ എന്നറിയാനും ഒപ്പം തന്നെ കാവൽക്കാർ സുസജ്ജമാണെന്ന് അറിയിക്കാനുമുള്ള വെടിവെപ്പായിരുന്നു അത്. അത് കഴിയുന്നതുവരെ കമാൻഡോകൾ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് വെടിവെപ്പ് നിലച്ചു. ഇരുട്ടിൻ്റെ നിശബ്ദതയിൽ കാടിൻ്റെ സ്വാഭാവികമായ ശബ്ദം മാത്രം. കമാൻഡോകൾ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങി. ഏതാണ്ട് 50 മീറ്റർ അകലെ വെച്ച് നൈറ്റ് വിഷൻ ഉപകരണത്തിലൂടെ മേജർ ടാങ്കോ അവരെ കണ്ടു. 2 ഭീകരർ തൊട്ടടുത്ത് കാവൽ നിൽക്കുന്നു. ഓപ്പറേഷൻ ആരംഭിച്ചു. മേജർ ടാങ്കോയുടെ M4ൽ നിന്ന് ചീറിപ്പാഞ്ഞ വെടിയുണ്ടകൾ ഇരുവരുടെയും ജീവനെടുത്തു. തൊട്ടു പിന്നിലുള്ള കമാൻഡോകളോട് ലോഞ്ച് പാഡ് ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്തതിന് ശേഷം മേജർ ടാങ്കോ ഭീകരർ വെടിയേറ്റ് വീണിടത്തേക്ക് പാഞ്ഞു. പാരാ SF കമാൻഡോകൾ ലോഞ്ച് പാഡിലേക്ക് പാഞ്ഞെത്തി തുരുതുരാ വെടിയുതിർത്തു. അതിനിടയിലാണ് കമാൻഡോകളെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ തയ്യാറെടുത്ത് 2 ഭീകരർ വരുന്നത് മേജർ കണ്ടത്. അദ്ദേഹം അവർക്ക് നേരെ ഓടിയെടുത്തു. മേജർ പാഞ്ഞു വരുന്നത് കണ്ട ഭീകരർ മരങ്ങളുടെ മറവിലേക്ക് മാറി തോക്കു ചൂണ്ടി. ഒരു നിമിഷം കൊണ്ട് തന്നെ പൊസിഷൻ എടുത്ത മേജറിന്റെ കയ്യിൽ 9mm ബെറേറ്റ പ്രത്യക്ഷപ്പെട്ടു. ഭീകരർ വെടിയുതിർക്കാനെടുത്ത സെക്കൻഡ് കൊണ്ട് ബെറേറ്റ ഗർജിച്ചു. 2 ഭീകരരും വെടിയേറ്റു വീണു. ഇതിനോടകം 2 ലോഞ്ച് പാഡിലെയും ഭീകരരെ പാരാ SF കമാൻഡോകൾ നിശേഷം തകർത്ത് കളഞ്ഞു. ഓപ്പറേഷൻ സമ്പൂർണ്ണ വിജയം. ഏതൊരു ഓപ്പറേഷൻ്റെയും ഏറ്റവും അപകടം പിടിച്ച ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. നുഴഞ്ഞുകയറ്റത്തേക്കാൾ അപകടം തിരിച്ചുപോക്കാണ്. നിയന്ത്രണ രേഖയുടെ അടുത്തെത്താൻ കിലോമീറ്ററുകൾ ബാക്കിയുണ്ട്. ഇതിനോടകം വിവരങ്ങൾ പാക് സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. റേഞ്ചേഴ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം തിരിച്ചു പോകാൻ. മരണം പതിയിരിക്കുകയാണ് ഓരോ ചുവടിലും. പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് കനത്ത വെടിവെപ്പ് ഉറപ്പായിരുന്നു. വേഗത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന വഴി തിരഞ്ഞെടുക്കുന്നതിലെ അപകട സാധ്യത ഏറ്റെടുക്കണമോ അതോ കൂടുതൽ സുരക്ഷിതമായ എന്നാൽ ദൈർഘ്യമേറിയതും വളഞ്ഞതുമായ മറ്റൊരു വഴിയിലൂടെ പോകണമോ എന്നതായിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. തീരുമാനമെടുക്കാൻ തനിക്ക് കുറച്ച് നിമിഷങ്ങൾ മാത്രമേയുള്ളൂ എന്ന് മേജർ ടാങ്കോയ്ക്ക് അറിയാമായിരുന്നു. നിയന്ത്രണ രേഖയിലുടനീളം ജാഗ്രതയിലായിരിക്കുന്ന സൈനിക പോസ്റ്റുകളെ പൂർണ്ണമായി ആശയക്കുഴപ്പത്തിലാക്കാൻ വളഞ്ഞ വഴിക്ക് പോലും കഴിയില്ല. പക്ഷേ കൂടുതൽ സുരക്ഷിതമായത് അതായിരുന്നു. മേജർ ടാങ്കോയും കമാൻഡോകളും വളഞ്ഞ വഴി തിരഞ്ഞെടുത്ത് അതിവേഗം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീങ്ങി. ഒരു ടീം കവർ ഫയർ ചെയ്യാൻ നിലയുറപ്പിച്ചു. മറ്റ് കമാൻഡോകൾ മുന്നോട്ട് നീങ്ങുന്നതിനൊപ്പം അവരും അടുത്ത സുരക്ഷിത സ്ഥാനം നോക്കി നീങ്ങും. അതായിരുന്നു പ്ലാൻ. ഏറ്റവും സാഹസികമായ യാത്ര അവരാരംഭിച്ചു.
പാകിസ്ഥാന്റെ നീക്കം ഭയാനകമായിരുന്നു. തങ്ങളുടെ ലോഞ്ച് പാഡുകളിൽ ഇന്ത്യൻ കമാൻഡോകൾ നടത്തിയ കനത്ത ആക്രമണത്തിൽ കോപാകുലരായ പാക് സൈന്യം തലങ്ങും വിലങ്ങും വെടിയുതിർത്തു. ആർട്ടിലറി ഒഴിച്ചുള്ള എല്ലാ ആയുധങ്ങളും അവർ പ്രയോഗിച്ചു. ബുള്ളറ്റുകൾ തീമഴ പോലെ പെയ്തിറങ്ങി. അവരതിവേഗം മുന്നോട്ട് നീങ്ങി. വെടിയുണ്ടകൾ അവർക്ക് ചുറ്റും പതിക്കുന്നുണ്ടായിരുന്നു. അവർ നീങ്ങുന്നതിന് ചുറ്റുമുള്ള മരങ്ങൾ കനത്ത ആക്രമണത്തിൽ കഷ്ണങ്ങളായി ചിതറി. ഇടയിൽ ഒരു 60 മീറ്റർ മരങ്ങളില്ലാത്ത പ്രദേശമായിരുന്നു. അതവർക്ക് ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നു. വെളുപ്പിന് 4:30 അവർ നിയന്ത്രണ രേഖ കടന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യൻ പോസ്റ്റുകളിൽ നിന്ന് തോക്കുകൾ തീതുപ്പി. അതിർത്തിക്കപ്പുറത്ത് കനത്ത ആക്രമണം നടത്തുന്ന പാക് റേഞ്ചേഴ്സിന് അതേ നാണയത്തിൽ തിരിച്ചടി. കമാൻഡോകളെല്ലാം ഉറി സൈനിക പോസ്റ്റിൽ തിരിച്ചെത്തി. മറ്റ് 2 ടീം നടത്തിയ ആക്രമണങ്ങളെല്ലാം അതിനോടകം പൂർത്തിയായിരുന്നു. ഒരു കമാൻഡോയ്ക്ക് കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്നതൊഴിച്ചാൽ ഓപ്പറേഷൻ വൻ വിജയമായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയ പാക് ഭീകരരുടെ 4 ലോഞ്ച് പാഡുകൾ പാരാ സ്പെഷ്യൽ ഫോഴ്സ് തകർത്തു. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറായി കാത്തിരുന്ന ഭീകരർ ഇന്ത്യൻ കമാൻഡോകളുടെ ആക്രമണത്തിൽ ഈയാമ്പാറ്റകൾ പോലെ ചത്തുവീണു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചീറ്റ ഹെലികോപ്റ്റർ ഉറി പോസ്റ്റിന് സമീപം പറന്നിറങ്ങി. മേജർ ടാങ്കോയും കമാൻഡോകളും ഹെലികോപ്റ്ററിൽ കയറി. അപ്പോഴും പാക് സൈന്യത്തിന്റെ ബുള്ളറ്റ് വർഷം തുടരുകയായിരുന്നു. തിരിച്ച് ഇന്ത്യൻ സൈന്യവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും സൈനിക നേതൃത്വവും ധീര സൈനികരെ അനുമോദിച്ചു. സർജിക്കൽ സ്ട്രൈക്കിന്റെ വിവരം പ്രഖ്യാപിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. പാക് അധീന കശ്മീരിൽ കയറി ലോഞ്ച് പാഡുകൾ തകർത്ത വിവരം ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ പാകിസ്ഥാൻ നാണം കെട്ടു. ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായില്ലെന്നായിരുന്നു അവരുടെ പ്രതികരണം. ഉള്ളിൽ നാണം കെട്ട് ഞരങ്ങി കരഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതികരണമെന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തു. സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതിയിൽ നിന്ന് മേജർ മൈക്ക് ടാങ്കോ സമാധാനകാലത്തെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ബഹുമതിയായ കീർത്തി ചക്ര ഏറ്റുവാങ്ങി. ടീമിലെ 5 പേർക്ക് ശൗര്യചക്രയും 13 പേർക്ക് സേനാ മെഡലുകളും നൽകി രാഷ്ട്രം കമാൻഡോകളുടെ ധീരതയെ പ്രകീർത്തിച്ചു. 2016 സെപ്റ്റംബർ 29 ഒരു പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏതാക്രമണത്തിനും ശക്തമായ മറുപടി ഉണ്ടാകും എന്നതായിരുന്നു ആ പ്രഖ്യാപനം. ആ മറുപടി കേവലം പ്രസ്താവനകൾ കൊണ്ടല്ല, തോക്കുകൾ കൊണ്ടായിരിക്കുമെന്ന ശക്തമായ സന്ദേശമായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ വ്യക്തമാക്കിയത്. അതായത്, ഇവിടെ ഇനി ആക്രമണം നടത്തിയാൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറും. വീട്ടിൽ കയറുക മാത്രമല്ല, നിങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ആധുനിക യുദ്ധതന്ത്രത്തിലെ നാഴികക്കല്ലായി സർജിക്കൽ സ്ട്രൈക്ക് മാറി. ഏതൊരാക്രമണവും രാജ്യത്തിനു നേരെയുള്ള യുദ്ധമായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ദൂർ വരെ എത്തിയ പ്രതിരോധ നയത്തിൻ്റെ ഉദയമായിരുന്നു അത്. ഇത് പ്രസ്താവനകൾ കൊണ്ട് കാലം കഴിച്ചിരുന്ന പഴയ ഇന്ത്യയല്ല. ആവശ്യം വന്നാൽ തോക്കുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും കൃത്യമായി മറുപടി കൊടുക്കുന്ന പുതിയ ഇന്ത്യ.